അതിന്റെ അമ്മയുടെ സന്താനത്തിൽ പോയേ. വലിയൊരു വെട്ടി മണ്ട വെട്ടി തെങ്ങുമൊത്തം പാഴാൽ പോയേ. എന്നെ കറക്കി എടുത്തവളെ, എന്റെ കാരണത്തിൽ അടിച്ചവളെ, നിന്റെ തൃക്കാലിവിടെ കുട്ടി അതിന്റെ അമ്മ എന്റെ സന്താനത്തിൽ പോയേ. വലിയൊരു വെട്ടി മണ്ട വെട്ടി തെങ്ങുമൊത്തം പാഴാൽ പോയേ. എന്നെ പാപ്പാരാക്കി നടത്തിയവളെ, പത്തും പൊന്നും വാങ്ങിക്കുത്താൻ പട്ടണത്തിൽ ചുറ്റും കൊണ്ടുപോയി. എന്നെ വട്ടം ചുറ്റും തെറ്റിലാക്കി വട്ടനാക്കി ഞാൻ ഓടില്ലായി. മാനസിക കരയോഗ വിദഗ്ധൻ. അല്ല, മാനസിക രോഗ വിദഗ്ധനാണ് മനുഷ്യന്. അത് ശരി, ഒരു സിസ്റ്റർ ഉണ്ടല്ലോ, ചോദിച്ചു നോക്കാം. സിസ്റ്ററെ, ഈ ബോഡിക്കാരല്ല ഈ ഡോക്ടർ പ്രാന്തനോ? ഡോക്ടർ പി ആർ അനന്തനാടോ? അതെവിടെ ഇരിക്കണേ? അകത്ത് കസേര പുറത്തിരിപ്പുണ്ട്. അകത്ത് കസേര പുറത്തിരിപ്പുണ്ട്. ഇതെന്താ കടുങ്കഥയാണ്? യെസ്, ഐ ആം ഡോക്ടർ പി ആർ അനന്തൻ, BSc FIR അല്ലാന്ന് ഞാൻ പറഞ്ഞല്ലോ. താനെന്താ സ്പെല്ല് കണ്ടുപിടിക്കാൻ വന്ന എന്താണോ തന്റെ പ്രശ്നം? ഡോക്ടർ, എന്റെ വീട്ടിൽ എന്ത് ഭക്ഷണം എടുത്തു വെച്ചാലും എനിക്കത് കഴിക്കാൻ പറ്റുകയില്ല. അതെന്താ? അതെന്റെ എന്ന് എഴുതിട്ട് പോകും. ഇതൊരു രോഗമാണോ? രോഗമല്ല, ദ്രോഹമാണ്. ഇതിന് മരുന്നുണ്ടോ? ഉണ്ട്, പിടിമരുന്ന്. ഒരു തോട്ട ഉണ്ടാക്കിയവന്റെ അണ്ണാക്കിൽ വെച്ച് പൊട്ടിക്കണോ? തോട്ട വയ്ക്കുമ്പോൾ തീ കൊടുത്ത് ഉളം വയ്ക്കാൻ ഇനി കാലമാടൻ അതുകൂടി വീഴുന്നു. ഗെറ്റ് ഔട്ട്. അടുത്ത രോഗി കടന്നു വരൂ. ഡോക്ടർ, എന്റെ പേര് ഭാർഗവൻ. എന്റെ ആ പേര് ഞാൻ മാറ്റണോ? അല്ല, ഞാൻ കഴിഞ്ഞവണപ്പോൾ തന്റെ കണ്ണിൽ നെല്ലിക്കത്തളം വയ്ക്കാൻ ഞാൻ പറഞ്ഞിരുന്നു. താൻ അതുപോലെ ചെയ്തോ? നെല്ലിക്ക മഞ്ചി വീട്ടിൽ കൊണ്ടേ, പക്ഷെ ഭാര്യ അതെടുത്ത് അച്ചാറിട്ടു. എങ്കിലും അച്ചാറെങ്കിലും എടുത്ത് തറയിൽ വെക്കണോ? കച്ചറ. ഗെറ്റ് ഔട്ട്. അല്ല, ഞാൻ ഉദ്ദേശിച്ചത് ഒന്ന് ഇറങ്ങി പോടോ. അടുത്ത രോഗി കടന്നു വരൂ. എന്താ സിസ്റ്ററെ? ഡോക്ടറുടെ മോനെ ഡോക്ടർക്ക് ഫോണിലൂടെ ഉമ്മ തരാൻ വിളിക്കുന്നു. ഓ, ഞാൻ ഭയങ്കര തിരക്കിലാണ്. സിസ്റ്റർ, തൽക്കാലം ഉമ്മ പഠിച്ച് കൈ നോക്ക്. ആരുമില്ലാത്ത എനിക്ക് തന്നെയാണ്. ഡോക്ടറുടെ കാര്യം കിട്ടോ? അയ്യോ, ഞാൻ പറഞ്ഞില്ലേ. എനിക്ക് ഒരാളത്തേക്ക് ഭ്രാന്ത്. എന്റെ പൊന്നു ഡാക്ടറെ, ഭ്രാന്തല്ല, ഇവന്റെ കൂടെ പ്രേതമുണ്ടെന്നാണ് പറയുന്നത്. നിങ്ങളെ കൂടെ കണ്ടപ്പോഴേ എനിക്ക് തോന്നി. നിങ്ങൾ അങ്ങ് പുറത്തേക്കും. മയ്യത്തായ ആൾക്കാരെ കാണാൻ പറ്റുന്ന പറയണത് അതാണോ? താത്തക്ക് എത്ര വയസ്സായി? കഴിഞ്ഞ വർഷം 30 വയസ്സായിട്ട് 40 കൊല്ലായി.
തുടക്കം എന്തായിരുന്നു? കുഞ്ഞായിരുന്നു, പിന്നീട് വളർന്ന് ഞാൻ ഈ പരുവത്തിലായേ. അയ്യോ അതല്ല, അസുഖത്തിന്റെ തുടക്കം എങ്ങനെയായിരുന്നു ചോദിച്ചത്. എന്റെ പൊന്നു ഡോക്ടറെ, ഇവളൊന്ന് ഉറങ്ങി എണീറ്റപ്പോ ആറാം പറഞ്ഞ ഇന്ദ്രിയം ഉണ്ടായിന്നാ പറയണത്. ആറാം പറഞ്ഞ ഇന്ദ്രിയമല്ല, ആറാം ഇന്ദ്രിയം. മനുഷ്യന് 3 പഞ്ചേന്ദ്രിയങ്ങളാണുള്ളത്. പഞ്ചപാണ്ഡവന്മാരുടെ അമ്മയായ പാഞ്ചാലിയാണ് ആദ്യമായിട്ട് പഞ്ചേന്ദ്രിയം കണ്ടുപിടിച്ചത്. മെഡിക്കൽ സോഷ്യൽ സ്റ്റഡീസിൽ ഞങ്ങൾ ഡോക്ടർമാരുടെ അറിവില്ലായ്മ കൊണ്ട് ഇതിനെ ഫസ്റ്റ് ഡെത്ത് ഓഫ് ദ സെക്കൻഡ് വെഡിങ് ആനിവേഴ്സറി അല്ലെങ്കിൽ യൂത്ത് ഫെസ്റ്റിവൽ എന്ന് പറയും. അപ്പൊ നമ്മളെന്താ ചെയ്യേണ്ടത് അത് പറ. ഇപ്പൊ തൽക്കാലം ഒരാഴ്ച ബെഡ് റെസ്റ്റ് എടുക്കട്ടെ. അല്ല, ബെഡ് റെസ്റ്റ് എടുക്കട്ടെ. പിന്നെ ഞാൻ 2 തരം മരുന്ന് തരാം. വലിയ ഉപകാരം. പിന്നെ ഒക്കെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യം എന്താണ്? ഇത്താടെ ഈ അസുഖം മാറണമെങ്കിൽ രാത്രി കിടക്കാൻ നേരത്തെ ഇത്താക്ക് കൂട്ടിക്കൊടുക്കണം. ആ കള്ള ഹിമാലയ ജായിലെ നമ്മുടെ പെണ്ണുമ്പിളെ കൂട്ടിക്കൊടുക്കാൻ പറയുന്നത് എന്ത് കാര്യം? നമ്മൾ ശരിയാക്കി നമ്മൾ. അയ്യോ അയ്യോ, അതല്ല ഞാൻ പറഞ്ഞത്. ടോണിക്കും ഗുളിയും നമ്മൾ കൂട്ടിക്കൊടുക്കുന്ന കാര്യം പറയാം. മിക്സിംഗ് സിറപ്പ് ചെരുപ്പിലടിക്കും നമ്മൾ ഹിമാറെ. എടി ഇവന് ഭ്രാന്താന്ന് നമുക്ക് വേറെ വല്ല ആശുപത്രി പോവാ. അടുത്ത രോഗിയെ കടത്തിവിടും. ഹായ് ഡോക്ടർ. ഹായ് മേരി. കൂടെ ഹസ്ബൻഡ് ഫെർണാണ്ടസ് ഉണ്ടല്ലോ. ഗുഡ് മോർണിംഗ്. മേരിക്കൊരു സന്തോഷ വാർത്തയുണ്ട്. എന്താ ഡോക്ടർ? നിങ്ങളുടെ ഭർത്താവ് ഒരു അച്ഛനാകാൻ പോകുന്നു. ഓ താങ്ക് യു ഗോഡ്. ഞാൻ ഗർഭിണിയാണ് ഡോക്ടർ. നിങ്ങളല്ല ഗർഭിണി, നേരത്തെ നൈസായ അന്നമേള ഗർഭിണി. നിങ്ങളുടെ ഹസ്ബൻഡ് സ്ഥിരമായിട്ട് ഇവിടെ വരാറുണ്ട്. എന്റെ കരണത്തിൽ തടിച്ചവളെ നിന്റെ തക്കാലിവിടെ കുത്തിയതില്ല. എന്റെ കരണത്തിൽ നിന്റെ തൃക്കാലിവിടെ കുത്തിയതിന്റെ അമ്മി എന്റെ സന്തതത്തിൽ പോയി. വെട്ടി മണ്ഡപത്തിൽ പാടാൻ പോയി. എന്റെ പണത്തിലടുത്തവളെ എന്നെ പഹരാക്കി നടത്തിയവളെ എന്നും 10 പൊന്നും വാങ്ങിക്കൊട്ടാൻ പട്ടണത്തിൽ ചുട്ടും കൊണ്ടുപോയി. നീ എന്നെ വട്ടം ചുറ്റി വെട്ടിലാക്കി വട്ടനാക്കി ഞാൻ ഓടിലായി. നീ ഇവിടെ ഓടിക്കേറില്ലേ? എന്റെ പേരുമായി കുട്ടി ഇന്നു നാടൻ ജന്മം കിട്ടി. ഇന്നു കാണാൻ വന്നതാണ് ഞാൻ, കൊണ്ടുപോകാൻ വന്നതാണ്. എന്റെ പേരുമായി കുട്ടി ഇന്നു നാടൻ ജന്മം കിട്ടി. ഇന്നു കാണാൻ വന്നതാണ് ഞാൻ, കൊണ്ടുപോകാൻ വന്നതാണ്. കണ്ണി കാണാൻ എന്റെ ബാപ്പ കാത്തിരിക്കുന്നു.
പ്രാന്തഭൂതിയ മുതുക്കൻ തന്റെ പ്രാചീനേരണ മുതുക്കിത്തള്ളേ ചേർന്നു വാഴണ കൂരയിലേക്ക് ആറ്റത്തിൽ നീ പോടാമോ എന്റെ വീടിനകത്തുണ്ടല്ലോ തന്റെ ശൈത്യവല്ലൊരു കരങ്ങൾ എന്റെ വീടിനകത്തുണ്ടല്ലോ തന്റെ ശൈത്യവല്ലൊരു കരങ്ങൾ അതിന് തന്നെ ചേർത്ത് നിർത്തിയാൽ മാറിപ്പോകണ ഫിഗറാണല്ലോ അടിവല്ലി എന്റെ പേരിയ മഹീൻ കുട്ടി പെണ്ണുന്നാലും ജന്മം കിട്ടി ഒന്നു പാക്കാൻ വന്നതാണു ഞാൻ പെണ്ണെ മുന്നേ കൊണ്ടുപോകാൻ വന്നതാണ് തൊഴിലില്ലാത്തൊരിലാക്രിയം ഭരിക്കുന്നവരുടെ താക്കീല കുറുക്കൻ തൊഴിലില്ലാത്തൊരിലാക്രിയം ഭരിക്കുന്നവരുടെ താക്കീല കുറുക്കൻ വിശന്ന് പൊരിയുമ്പോ നമുക്കിന്ന് ഒരുമിച്ച് പാട്ടാത്തിരിഞ്ഞു പോവാലോ സുഹൃത്തുക്കളെ ഉദാരമായി സംഭാവന ചെയ്യും 4 കാശിന് കൂടുതൽ തിരിക്കാം കാരണം അതുപോലെ ചരക്കാൻ കുറച്ച് കളി ടുക്കി മാനം തെറ്റൊരു തച്ചറഹമിക്ക് തന്നി കിളുകിളി വെട്ടി മുറിച്ചാൽ വേട്ടപ്പുലിയും പിന്നെയല്ലോ നാലം ഛാനം കഥി വെനോ ഖാനാൻ വന്നധാനിയ കൊണ്ടുപോകാൻ വന്നധാനിയ You are my front house. Your fire is useless. Hello. എന്നറിയാമോ എവിടെ വലിയ മന്ത്രവാദി കീഴ്പ്പാടിന്റെ വീടിന്റെ മിക്കത്താണ് കീപ്പാടിന് അതാരത് അത് അരക്ക് കീഴ്പോട്ട് ചൂരലിനടിച്ച് പാടുണ്ടാക്കുന്ന ആളാണ് കീഴ്പ്പാടൻ അല്ലാ ഇപ്പൊ അകത്ത് ഏതോ ബാധന അയാളെ ഒപ്പിച്ചോണ്ടിരിക്കുന്നു അയ്യോ അയ്യോ ഞാൻ മേൽപ്പാടിന് വേണ്ടി കീഴ്പ്പാടം പറയണു ഒഴിഞ്ഞു പോ എനിക്കല്ലല്ലോ പറഞ്ഞത് അങ്ങനെ പെട്ടെന്ന് പറഞ്ഞ ഒഴിഞ്ഞു പോകാൻ പറ്റില്ല കാശ് കൊടുത്തിട്ട് കയറി കൂടിയത് കാശ് കൊടുത്തിട്ട് കേറി കൂടിയിരിക്കുന്ന ബാധ ആ 12 മാസത്തെ അഡ്വാൻസും വാടക സ്ഥിരമായിട്ട് അങ്ങോട്ട് എണ്ണി കൊടുത്ത അഡ്വാൻസ് വാടക കൊടുത്തിട്ട് മേത്ത് കയറിക്കുന്ന പ്രേതോ ഞാൻ ആദ്യമായിട്ട് കാണാ ഞാൻ പ്രേതമൊന്നുമല്ല ഞാൻ ഈ ഭാർഗവൻ പിള്ളയുടെ വീട്ടിൽ താമസിക്കുന്ന വാടകക്കാരനാ എന്താണോ ഭാർഗം പിള്ള ഇയാള് പറയണേ വാടകക്കാരനെന്ന് അതെ ഇയാളെ വാടകക്കാരനാ പക്ഷെ ഇയാളൊരു ബാധയാ എന്റെ ആയിട്ട് വീട് ഒഴിയത്തില്ലെന്നേ അപ്പോഴാ പുറത്തൊരു ബോർഡ് കണ്ടത് എല്ലാ ബാധകളും ഒഴിപ്പിച്ചു കൊടുക്കുന്നു അങ്ങനെ ഞാൻ ഇയാളെ കൂട്ടിക്കൊണ്ട് ഇങ്ങോട്ട് വന്നതാ ഭാർഗം വിളിച്ചേട്ടാ എന്തോ ഞാൻ സ്നേഹത്തോടൊരു കാര്യം പറയട്ടെ പറഞ്ഞോളൂ പുറത്തുണ്ട് അടുത്ത ബാധ എവിടെ നമസ്കാരം ചാമി ഇത് നമ്മുടെ പെണ്ണുമുള്ള ആമിന ഇവരൊഴിപ്പിക്കാൻ ഡൈവേഴ്സ് നോട്ടീസ് കൊടുത്താ പോരെ അയ്യോ അതല്ല ഇവക്ക് ചത്തോരക്കാടാന്നാ പറയണത് എന്നാ ഞാനൊന്ന് കബഡി കളിച്ചു നോക്കട്ടെ അല്ല കബഡി വെച്ച് നോക്കട്ടെ എന്ന് നിനക്ക് എന്നെ അറിയില്ല എനിക്ക് നിന്നെ അറിയില്ല ഞാൻ ചുട്ട കോഴിയെ പറപ്പിച്ചിട്ടുള്ളവനാ ഞാൻ ചുട്ട കോഴിനെ തിന്നിട്ടുള്ളോളാ ഞാൻ മരത്തിലാണ് അടിച്ചിട്ടുണ്ട് ഞാൻ വെള്ളത്തിലാറി അടിച്ചിട്ടുണ്ട് ഓ ഇളകിയതെല്ലാം ഞാൻ നിർത്തിക്കും എന്റെ അടുത്ത് വേണ്ട എന്തുട്ടാ ഈ കോമാളി കേൾപ്പിക്കണേ എടോ മനുഷ്യ നമുക്ക് ചന്ദനക്കുട ഉത്സവത്തിന് പോവാന്ന് പറഞ്ഞാലായിരുന്നോ പോകണ്ടേ അതെന്താ പോയാലെന്നേ പോകണ്ട അപ്പൊ എന്നെ വിടൂലേ പോകണ്ടല്ലേ എന്നോട് പറഞ്ഞത് വിടൂലേ ഇല്ല വിടമാട്ടേ വിടമാട്ടേ ആമിന அயோத்தியக்காக்கு இன்னைக்கு துர்காஷ்டமிக்கிற சந்தனக்குடம் ஒன்றை கொன்னு துண்டம் துண்டமாக்கி நான் மட்டன் பிரியாணி வச்சு ஒப்பனை பாடுவே ஒரு முறை வந்து பார்த்தாயா உன் மனம் நீ அறிந்தாயா ഇവക്ക് ഈ ബൂത്ത് പോയി തോന്നുന്നത് ഒരു പള്ളിച്ചൂരെടുത്ത് അടിക്കിച്ചാമി അടി
നമ്മളെ ടൂറിൽ പങ്കെടുക്കാൻ നീ ആരുടെ മാഷ ഇവിടെ നാട്ടിലെ പള്ളിക്കൂരില്ലേ മുളകൊടിയുടെ മുളകൊടി തള്ളയുടെ മുഖത്ത് കയറിയിട്ട് അയ്യോ തല്ലെടുത്തു കണ്ണിൽ മുളകൊടി എവർറാ നിന്റെ കൈത്ത് കൈത്തോടെ അയാളുടെ കൈത്തിന് വിട്. നീ സത്യം പറഞ്ഞ നീ എന്തോഴിപ്പിച്ചെന്നാ പറഞ്ഞത് മദ്യത്തില് സോഡ ഞാൻ കൂട്ടുകാരനെ കൊണ്ടൊഴിപ്പിച്ചിട്ടുണ്ടെന്നാ പിന്നെ പിന്നെ എല്ലാ ദിവസം വെളുപ്പിന് എന്റെ മോനെ പുറത്തുകൊണ്ട് മൂത്രം ഒഴിപ്പിച്ചിട്ടുണ്ടെന്നാ പറഞ്ഞ അപ്പൊ നീ ഇളകി നിർത്തിയിട്ടെന്ന് പറഞ്ഞാ പട്ടി വയറിളക്കം വന്നപ്പോ ലെമൺ ടീ കഴിച്ച് ഇളക്കം നിർത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞതാ അപ്പൊ നീ മരത്തിൽ ആണി അടിച്ചെന്ന് പറഞ്ഞതാ അതൊരു സത്യ എന്ത് സത്യം ഞാനൊരു വാർക്കപ്പണിക്കാരനാ തട്ടടിക്കുമ്പോ ആനടിക്കണ്ടേ എന്തത് പേരപ്പണി അറിയാത്തവരെ പോലെ സംസാരിക്കണേ ഇനി ഈ വക പരിപാടിയായിട്ട് ആൾക്കാരെ പറ്റിക്കാൻ നടന്ന നിന്നെ ഞാൻ ഈ ഭൂമിയിൽ ഏൽപ്പിക്കും ജാഗ്രത പാടോ ഒരു ബിച്ചാസ് അയ്യോ അയ്യോ എന്നെ രക്ഷിക്കണേ എന്നെ എത്തോട്ട് കളിക്കരുത് മാറിക്ക് ആരാ നീ എന്റെ പുറകെ ഒരാൾ ഓടി വരുന്നു ആഹാ നീ ഇവിടെ ഓടിക്കേറില്ലേ? ആരാ നീ എന്റെ പേരുമായി കുട്ടി പെണ്ണു നാലഞ്ചെണ്ണം കിട്ടി പെണ്ണു കാണാൻ വന്നതാണു ഞാൻ പെണ്ണെ നിന്നെ കൊണ്ടുപോകാൻ വന്നതാണു ഞാൻ എന്റെ പേരുമായി കുട്ടി പെണ്ണു നാലഞ്ചെണ്ണം കിട്ടി പെണ്ണു കാണാൻ വന്നതാണു ഞാൻ പെണ്ണെ നിന്നെ കൊണ്ടുപോകാൻ വന്നതാണു ഞാൻ കയ്യിലുണ്ട് തലയിൽ കെട്ടി കയ്യിൽ വലിയൊരച്ചി കത്തി കൊണ്ടുപോയാൽ കാത്തിരിപ്പുണ്ട് എടു തന്നെ കാണാൻ എന്റെ ബാപ്പ കാത്തിരിപ്പുണ്ട് നെവർ മൈൻഡ് എന്റെ പേരുമായി കുട്ടി പെണ്ണു നാലഞ്ചെണ്ണം കിട്ടി പെണ്ണു കാണാൻ വന്നതാണു ഞാൻ ഇടിലിടുക്കി നിന്നെ പെണ്ണു കാണാൻ വന്നതാണു ഞാൻ തൊട്ടാൽ തൊട്ടത് പൊന്നാക്കണ സിദ്ദിഖ്ലാലും മിമിക്രിയ ഇന്ന് ഒത്തിരി പടങ്ങളിൽ ഹീറോ ആ ദിലീപ് എന്നൊരു പയ്യൻ മിമിക്രിയ മിമിക്രിയ സൂപ്പറിൽ സൂപ്പർ സ്റ്റാറാം മമ്മൂട്ടി പണ്ട് മിമിക്രിയ എന്നപ്പും കൊച്ചിൻ ഹനീഫും നെടുമുടി വേണു ഷമ്മിയും മിമിക്രിയ 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 സൂപ്പറിൽ സൂപ്പർ സ്റ്റാറാം മമ്മൂട്ടി പണ്ട് മിമിക്രിയായിരുന്നു എന്നപ്പും കൊച്ചിൻ ഹനീഫും നെടുമുടി വേണു ഷമ്മിയും മിമിക്രിയ 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 പട്ടം സദനം സൈനുദ്ദീനും കൊതുനാടപ്പനും മിമിക്രിയ ആലപിയ ഷറഫും അബിയും നാരായണമൂർത്തിയും മിമിക്രിയ മുകേഷ് ജഗദീഷ് സിദ്ദിഖ് ഖലീഫുമാറും ഷാജുവും മിമിക്രിയ തരികിട താരടി എഴുതിയ ഞാനീ നാദിർ ഷായും മിമിക്രിയ ഇന്ന് ഡയറക്ടേഴ്സിൽ രാജീവ് കുമാർ റാഫി മക്കാട്ടിനും മൻസാറും മിമിക്രിയ
മിമിക്രിയ കലാഭവൻ റഹ്മാനും ഷിയാസും ജോർജും രമേശും ഹനീഫും മിമിക്രിയ മിമിക്രിയ ഹരിശ്രീ അശോകൻ മിമിക്രിയ മച്ചാൻ വർഗീസ് മിമിക്രിയ പിന്നെ കോട്ടയൻ നസീർ നവാസും മിമിക്രിയ 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 വസന്തം എനിക്ക് വസന്തം പോവല്ലേ ജയ ഞാൻ മുതല കുഞ്ഞിനെ തരാം ബാ ഇവളെന്താണ് ഈ പച്ചപ്പാലൊക്കെ പിച്ചും പോയി ആമിന ആമിന The sixth sense. ആറാം ഇന്ദ്രിയം. അമാനുഷിക ശക്തികളെ കാണാനും കേൾക്കാനും അറിയാനും ദൈവം അപൂർവം ചിലർക്ക് കൊടുത്തിരിക്കുന്ന വരദാനം ആറാം ഇന്ദ്രിയം. 1999 മനോജ് നൈറ്റ് ശ്യാമളൻ എന്ന മലയാളി ഹോളിവുഡിൽ ദ സിക്സ്ത് സെൻസ് എന്ന ചിത്രമെടുത്ത് ലോകശ്രദ്ധയെ ആകർഷിച്ചിരിക്കുന്നു. ഈ വിഷയം തിരഞ്ഞെടുക്കാൻ സംവിധായകനെ സ്വാധീനിച്ച സംഭവവും വ്യക്തിയും ആരായിരിക്കാം? സംവിധായകന്റെ ജന്മനാടായ കൊച്ചു കേരളത്തിലെ ഒരു കൊച്ചു ഗ്രാമത്തിൽ സംഭവിച്ച ഈ സംഭവം, ഇതിന്റെ ഹാസ്യാവിഷ്കാരം നാദഗുരു നിങ്ങളുടെ മുന്നിൽ സമർപ്പിക്കുന്നു. ആമിനത്താത്തയും 41 മിമിക്രിക്കാരും ഹൈ ഹൈ ദ സിക്സ്ത് കോമഡി നോൺസെൻസ്. ആരാത് ആരാന്നാ ചോദിച്ചേ? ഞാനാണ്. തീരാനിക്ക് ഇറങ്ങി ഇവിടെ കിടന്നുറങ്ങണ്ടല്ലോ. പിന്നെ ഇതാരാ? ഞാൻ അശരീരി. ആ ശരിയോ? അല്ല, അശരീരി. അത് ശരി. എന്നിട്ട് ആളെ കാണാനില്ലല്ലോ. എനിക്ക് ഓഡിയോ മാത്രമേ ഉള്ളൂ, നോ വീഡിയോ. എന്നെ കാണാൻ സാധ്യമല്ല. എന്തായാലും ഞാൻ നിനക്കൊരു സന്തോഷ വാർത്തയുമായാണ് വന്നിരിക്കുന്നത്. തീരാനിക്കാനെ മോളിലേക്ക് കൊണ്ടുപോകാൻ വന്നതാണാ? അല്ല. ഓ വെറുതെ ആക്കിപ്പിച്ചു. ഇനി നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. കിടന്നുള്ള കാര്യമൊന്നും വേണ്ട, അവിടെ നിന്ന് പറഞ്ഞാ മതി. നിനക്ക് ഞാനൊരു ഇന്ദ്രിയം കൂടി തരാൻ പോവുകയാണ്. 5 പഞ്ചേന്ദ്രിയങ്ങൾക്ക് പുറമെ ഒരാറാം ഇന്ദ്രിയം. ആറാം ഇന്ദ്രിയോ? അതെന്ത് സാധനം അത്? മരിച്ചുപോയവരെ കാണാനും അവരുമായി സംസാരിക്കാനും ഈ ഇന്ദ്രിയം കൊണ്ട് നിനക്ക് സാധ്യമാകും. ഇതെവിടെ പിറ്റേനെ? ഇതൊരു പ്രത്യേക കഴിവ് മാത്രമാണ്. എന്നാൽ ഞാൻ പറഞ്ഞു തരുന്ന ഈ മന്ത്രം ഉരുവിട്ടാൽ മാത്രമേ നിനക്ക് പരേതാത്മാക്കളുമായി സംസാരിക്കാൻ കഴിയൂ. അതെന്തൊട്ട് മന്ത്രത്? ആമിന ഉമ്മാക്കി കസം. ആമിന ഉമ്മയുടെ കളസോ? കളസമല്ല, കസം. കസം. അബൂക്ക ഹുക്കും. അബൂക്ക പൊക്കും. അബൂക്ക ഹുക്കും. ആ ഹുക്കും. തുറക്കൂ സീസേ. തുറക്കോ അസീസേ. അസീസല്ല, സീസേ. ആ നേരം ശരിയോക്കട്ടേട്ടാ. ആമിന ഉമ്മാക്കി കസം. അബൂക്ക ഹുക്കും. തുറക്കൂ അസീസേ. ശരിയല്ലേ? അല്ലാ, ഇത് ചെല്ലിയിട്ടും പരീതിന്റെ ആത്മാവിനെ കാണാന്ന് പറഞ്ഞിട്ട് കാണാനില്ല. പരീതിന്റെ അല്ല, പരേതന്റെ. 2000 ആണ്ട് പിറക്കുന്ന നിമിഷം മുതൽ മാത്രമേ നിനക്ക് ഈ കഴിവ് പ്രാവർത്തികമാക്കാൻ കഴിയൂ. 2000 ആണ്ട് പിറക്കാൻ 2-3 സെക്കൻഡ് തന്നെ ഉള്ളൂ. അതെ. അപ്പോൾ എല്ലാം പറഞ്ഞതുപോലെ സംഭവാമി യുഗേ യുഗേ. എന്നാ അശരീരി യു ഗോ യു ഗോ. ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി 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 ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി 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 ന്യൂ ഇയർ. അങ്ങനെ 2000 പിറന്നു. ഞമ്മക്കാണെങ്കിൽ പെട്ടെന്നൊരു ഉന്മേഷവും ഉഷാറും ഒക്കെയാണ് കിട്ടിയ മാതിരി. ഏതായാലും അശരീരി പറഞ്ഞ മന്ത്രം ഒന്ന് പരീക്ഷിച്ചാലോ? ആമിന ഉമ്മാക്കി കസം. അബൂക്ക ഹുക്കും. തുറക്കൂ സീസേ. അല്ലാ പഠിച്ചവനെ, നമ്മളെ കൊല്ലാൻ തന്നെ. ആമിനുമ്മ ഓടണ്ട, ഞാൻ ആ കരണ്ട് അടിച്ചു വലിച്ച കുഞ്ഞപ്പനല്ലേ? അല്ലാ, ഇത് കരണ്ടടിച്ച് വലിച്ച കുഞ്ഞപ്പനാണല്ലോ പറഞ്ഞോണം.
ആത്മാക്കളെ കാണുമെന്നാ ശരി പറഞ്ഞു ശരിയായിട്ടാ. നീ എന്തിനാ ട്രാൻസ്ഫോമർമ കയറി പിടിച്ച് മയ്യത്തായ? ഞാൻ സ്ഥിരമായിട്ട് അതുമല്ലേ കിടന്നുറങ്ങണത്. എന്റെ കഷ്ടകാലത്ത് നിന്ന് കരണ്ട് വന്ന് ഞാൻ കരിഞ്ഞുപോയി. ഇനി കുടിക്കണ വെള്ളത്തിൽ പവർ കട്ട് ഞാൻ വിശ്വസിക്കില്ല. അള്ളാ, അവൻ ചൂടായിട്ടാണല്ലോ പോയെ. ഇതാരവള് ആനക്കുളമ്പടി കേക്കണ്ടല്ല, കുതിരപ്പുറത്ത് കയറി തന്നെ. പഠിച്ചോനെ, ഇതൊരു രാജാവാണല്ലോ. നിങ്ങൾ ഏത് രാജ്യത്തെ രാജാവാ? ഒരു വർഷം ഞാൻ മർത്തോർമ്മയായിരുന്നു. അതിനടുത്ത വർഷം ടിപ്പു സുൽത്താനായി. കഴിഞ്ഞ വർഷം സാമൂതിരിയായി കൊട്ടാരത്തിൽ നിൽക്കുമ്പോൾ കുറെ വെള്ളക്കാരനെ ഇഷ്ടേക്കടിച്ച് കൊന്നു. സായിപ്പന്മാരായിരുന്നോ? അല്ല, ഞാൻ കൊല്ലം ചാണാപ്പള്ളി ഗോഷ്ഠിരാജൻ പാർട്ടി എന്ന ബാലെ ട്രൂപ്പിലെ ബാലെ നടന്നാണ്. ബാലെ കളിച്ചുകൊണ്ടിരുന്നപ്പോൾ നാട്ടുകാർ ചേർന്നെ ഇഷ്ടികടിച്ച് കൊന്ന. അപ്പൊ വെള്ളക്കാരാണ് കൊന്നേന്ന് പറഞ്ഞിട്ട്? അതെ, വെള്ളമടിച്ചു വന്ന കുറെ ആൾക്കാർ വെള്ളക്കാർ. എനിക്ക് പോയിട്ട് ധൃതിയുണ്ട്. ഇന്ന് നരകത്തിൽ ഒരു ബാലയുണ്ട്. അപ്പൊ നരകത്തിലെ ഏറ്റവും വലിയ ശിക്ഷ നിന്റെ ബാലയായിരിക്കും. തല കണ്ടവരുണ്ടോ? തല കണ്ടവരുണ്ടോ? ഇതെന്താ ഒരു ആത്മാവ് ഉടല് മാത്രമായിട്ട് വന്നെ? നിന്റെ തല എന്തിയുടെ ഇറക്കാ? ഞാൻ ട്രെയിനിന് തല വെച്ചാണ് മരിച്ചത്. ആ. തല തീവണ്ടി ആന്ധ്ര കൊണ്ടുപോയി. അല്ലാ, ഇതാരാ ഹെലികോപ്റ്ററിനോ തൂങ്ങിക്കിടന്ന് വന്നെ? ഹാപ്പി ന്യൂ ഇയർ. എന്നുവെച്ചാ നബിദിനാശംസകൾ. നമ്മുടെ മനുഷ്യമൃഗമുള്ള കൊള്ളക്കം. വെറുതെ ഇരുന്നിട്ട് ബോറടിക്കുന്നു ഇത്ത. ഒരു മുതലക്കുഞ്ഞിനെ കിട്ടിയിരുന്നെങ്കിൽ ഒന്ന് മൽപ്പിടുത്തം നടത്താമായിരുന്നു. മുതല കുഞ്ഞിന് ഇപ്പൊ എവിടെ പോനാ മോനെ? വേണമെങ്കിൽ പല്ലി കുഞ്ഞിനെ അഡ്ജസ്റ്റ് ചെയ്. എന്തുട്ടത്? ഞാൻ തുമ്മിയതാണ്. അല്ലാ, ഒരു മലമ്പാമ്പിനെ കിട്ടിയിരുന്നെങ്കിൽ മാല പോലെ മാറത്തണിയാമായിരുന്നു. എന്നാ ഒരു തേളിനെ പിടിച്ച് അതിന് ലോക്കറ്റാക്കിയിട്. പോ മോനെ നീ. ഒരു ചിക് ചിക് ചിറകിൽ മഴ വില്ലു വിരിക്കും മനസ്സ്. ശുക്രിയ, ശുക്രിയ, ശുക്രിയ. റബ്ബില്ലാലമീനായ തമ്പുരാനെ, ഇത് നമ്മുടെ നിത്യവസന്തമാണല്ലോ. ഞാനിവിടുന്ന് പോയതിനു ശേഷം മരം ചുറ്റിപ്പുറമെല്ലാം നടക്കാറുണ്ടോ? എവിടെ? ഇവിടുത്തെ മരമൊക്കെ നാട്ടുകാര് മുറിച്ചു കളഞ്ഞില്ലേ? എന്ത് മരം മുറിച്ചെന്നോ? ഞാനവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഒരു മരം പോലും മുറിക്കുവാൻ സമ്മതിക്കില്ലായിരുന്നു. മരം മുറിച്ചോ മര കയ്യിൽ കിട്ടിയിരുന്നെങ്കിൽ മോനെ പിഷ്ക, മോൻ ഇവിടുന്ന് പോയേ പിന്നെ ഈ നാട്ടിൽ ഒരു രസവും ഇല്ല. ഞങ്ങൾ പോയാലും മിമിക്രിക്കാരിലൂടെ ഞങ്ങൾ ഇന്നും ജീവിക്കുന്നു. മലയാള സിനിമയിൽ ഇന്ന് കൂടുതലും വിലസുന്നത് മിമിക്രിക്കാരാണല്ലോ. ഞാനത് പ്രത്യേകിച്ച് പറഞ്ഞു തരണമോ ആമിന? പറയൂ, ഞാൻ പറഞ്ഞത് സത്യമല്ലേ? ഇന്ന് കൊച്ചിയിലുള്ളൊരു ട്രോഫിൽ നിന്ന് സിനിമയിലെത്തിയ പലരും മിമിക്രിയാ. എന്നു ചിരിയുടെ ലഹരിയിൽ ഉയരാൻ ജനമൊരുങ്ങണതൊരു കല മാത്രം. മിമിക്രിയാ. ഇന്ന് കൊച്ചിയിലുള്ളൊരു ട്രോഫിൽ നിന്ന് സിനിമയിലെത്തിയ പലരും മിമിക്രിയാ. എന്നു ചിരിയുടെ ലഹരിയിൽ ഉയരാൻ ജനമൊരുങ്ങണതൊരു കല മാത്രം. മിമിക്രിയാ. പല സൂപ്പർ സ്റ്റാർസും മിമിക്രിയ, പല ഡയറക്ടേഴ്സും മിമിക്രിയ, പല സ്ക്രിപ്റ്റ് റൈറ്റേഴ്സും മിമിക്രിയ. ഒരുങ്ങിയ ചിരിയുടെ ചിറകിൽ ഇത് ചെത്തി നടക്കണ മണിയും മിമിക്രിയ. സിനിമയിൽ കേറാൻ ഇന്ന് മിനിമം യോഗ്യത മിമിക്രിയാ. ചാൻസിനായി അലയണ കളവൻ പോലും പറയും ഞാനും മിമിക്രിയാ.
സിനിമയിൽ കേറാൻ ഇന്ന് മിനിമം യോഗ്യത മിമിക്രിയാ. ചാൻസിനായി അലയണകളവൻ പോലും പറയും ഞാനും മിമിക്രിയാ. മിമിക്രിയാ. മലയാളത്തിലെ TV ചാനലിൽ എറിടി മാണ്ടത് മിമിക്രിയാ. സിനിമാ കഥകളെ കവിതകളാക്കിയ ഫാസിൽ സാറു. ഞാൻ പത്രാധിപർ, ഇത് ലേഖകൻ, അത് ഫോട്ടോഗ്രാഫർ. സത്യസന്ധമായ നുണ മാത്രമേ ഞങ്ങൾ പ്രസിദ്ധീകരിക്കൂ. ഞങ്ങളുടെ പത്രത്തിന് ഭയങ്കര എഡിഷന 3 കോപ്പി അച്ചടിച്ചു വന്നാല് ചൂടപ്പം പോലെ തീരും. ഒരെണ്ണം അവരെടുക്കും, ഒരെണ്ണം ഇവരെടുക്കും, ഒരെണ്ണം ഞാനെടുക്കും. കോപ്പി തീർന്നില്ലേ? പിന്നെന്ത് കോപ്പ? കടയിൽ കിട്ടാറില്ല, കൊടുക്കാറുമില്ല. അത് കാലക്കി 10 ലക്ഷം ആൾക്കാർ വായിച്ചിരിക്കേണ്ട പത്ര ഞങ്ങൾ 3 പേര് കൂടി വായിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഇപ്പൊ എന്താ വേണ്ടേ? അല്ല, ഇപ്പൊക്കെ ആർക്കും കിട്ടാത്തൊരു സാധനം കിട്ടിയത് കേട്ടില്ല. നേരെ 10-40 കൊല്ലായി കിട്ടിയിട്ട് ഈ കട കാര്യല്ലേ? അത് ഉപയോഗമില്ലാത്ത സാധനമല്ലേ? അതല്ല, സ്പിരിറ്റായിട്ടെന്താ ബന്ധം? സ്പിരിറ്റിക്കാക്ക് ബന്ധമുണ്ടായിരുന്നല്ലോ. സ്പിരിറ്റ് ലോബി പോലീസ് കോമിനിട്ട് കുത്തിപ്പം നിർത്തി. അതല്ലത്താ ഈ അമാനുഷിക ശക്തിയുമായിട്ട് സംസാരിക്കാനുള്ള കഴിവ്. അതാ ഈ ലോകത്ത് അത് 2 പേർക്ക് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. അതാർക്കും? ഒന്ന് അയ്യർ ദ ഗ്രേറ്റില് മമ്മൂട്ടിക്കും, പിന്നെ ഞമ്മക്കും. മമ്മൂട്ടി മാവിന്റെ മോളിക്ക് റിപ്ലൈ കിട്ടിയേ. മാവിന് മാങ്ങല കിട്ടുള്ളൂ. ഉള്ള ഇന്ദ്രിയം കഴിവ് എനിക്ക് തന്നത് അശരീരിയാ. ആളത് കാണാൻ പറ്റുമോ? ആരെ? അശരീരിന്. എടാ ഫോട്ടോഗ്രാഫർ, ഫോട്ടോ എടുക്കാൻ തയ്യാറായിട്ടിരുന്നോ? ഞാൻ റെഡിയാണ്. ഇയാൾ എന്തുട്ടാ ഈ പറയണേ? അശരീരിനെ കാണാൻ പറ്റൂല. എന്ന മൊബൈൽ നമ്പർ തന്നാ മതി, ഞാൻ സംസാരിച്ചോളാം. ഇപ്പൊ ഒരു പുതിയൊരു മൊബൈൽ ഫോൺ ഇറങ്ങിയിട്ടുണ്ട്. എന്തുട്ടാ? ആളെ വിളിച്ചിട്ട് കിട്ടില്ലെങ്കിലേ നേരിട്ട് എന്ന് കാര്യം പറയാം. ഇൻകമിങ് ഔട്ട്ഗോയിങ് ഒക്കെ ഫ്രീയാ, വണ്ടിക്കാശ് മാത്രം മതി. എടാ പോങ്ങ, എന്താ മരിച്ച ആളുകളായിട്ട് സംസാരിക്കുന്ന കൈകൊണ്ടെന്നാ പറഞ്ഞേ? മറിച്ചൂരോ? എങ്കിലും ആത്മാവ് എനിക്കത് കാണിച്ചു തരുമോ? സെറ്റപ്പായിട്ട് വന്നോ? പ്രേതം പ്രേതം. അയ്യോ, ആമിന ഉമ്മാക്കി കസം അബൂക്ക ഹുക്കം തുറക്ക് സീതേ. ആമിനും അപ്പൂനും അസീസിനെ വിളിക്കുന്നുണ്ട്. നമ്മുടെ കളസം കയറി തല്ലിച്ചുകൂടാണ്. ഓടിക്കോടാ, വടച്ചാന്. നമ്മുടെ ആണെങ്കിൽ മന്ദിരം ചൊല്ലിയില്ല ആത്മാവും പറഞ്ഞു. ഈ ആത്മാവേതാ? ഞാൻ ദാരിദ്ര്യം ഫിലിംസിന്റെ പ്രൊഡ്യൂസർ നാറാണക്കല്ല് നാണപ്പൻ. നാണപ്പൻ എങ്ങനെ മയ്യത്തായേ? ആത്മഹത്യയായിരുന്നു. എന്താ കാര്യം? ഒരു പാഠം പിടിച്ചേ, സിനിമാ പാഠം പിടിച്ചേ. ഓരോ കാശ് വന്ന കരം പിടിച്ചേ, ഞാനോ ഹരം പിടിച്ചേ. 3-4 ആഴ്ച കൊണ്ടൊരു പാഠം പിടിച്ചേ, സിനിമാ പാഠം പിടിച്ചേ. 3-ാം ഷോയിലയ്യോ പാഠം പൊളിഞ്ഞേ, സിനിമാ പാഠം പൊളിഞ്ഞേ. വിലയുള്ളൊരു സ്റ്റാസല്ലേ പറയുന്നത് കേട്ടിട്ടേ, കളർപ്പുള്ള പടമല്ലേ കളറൊത്തിരി കേട്ടിട്ടേ. ഡയറക്ടർ വാശി പിടിച്ചെങ്കിൽ ശ്രീറാം പ്രകാശ് പൊടിച്ചേക്കാരൻ വീട് വിറ്റൊരു പാഠം പിടിച്ചേ, സിനിമാ പാഠം പിടിച്ചേ. 3-ാം ഷോയിലയ്യോ പട്ടം പൊളിഞ്ഞേ, സിനിമാ പാഠം പൊളിഞ്ഞേ. പരടുന്നോനും വലിക്കാൻ സെറ്റിൽ മൂമഞ്ചിന്റെ താക്കത്തേണം. ചിലവുകൾ
കണക്കുകൾ തുണിയും വെളിനടൻ വലിയും പദം സദൻ മുടങ്ങുന്നു മകരം കാണാത്തൊരു കേൾക്കാത്തൊരു ചാണാപ്പുളി നടന്ന് വിളിച്ച മീൻ വേഷം ചാവാൻ വീട് വിറ്റൊരു പദം പിടിച്ചേ സിനിമ പദം പിടിച്ചേ മൂന്നാലാഴ്ച കൊണ്ടൊരു പദം പിടിച്ചേ സിനിമ പദം പിടിച്ചേ നദിക്കായി കരിക്കും വെള്ളം പള്ളിക്കൂടം പതികാണപ്പോൾ വായിക്കാൻ പാടുപെട്ട് ഇംഗ്ലീഷ് അഭിനയം തുടങ്ങും പലരുമായി ഉടക്കും ജീവനുമായി നടിയും നടിയുടെ അമ്മയുമായി പരിവാരങ്ങളും ഒക്കെ ചേർന്ന് ജാടകളിച്ചൊരു സിനിമ തകർക്കുന്നു വീട് വിറ്റൊരു പടം പിടിച്ചേ സിനിമ പടം പിടിച്ചേ ഓരോ കാശ് വന്നൻ കരം പിടിച്ചേ ഞാനോ ഹരം പിടിച്ചേ മൂന്നാലാഴ്ച കൊണ്ടൊരു പട്ടം പിടിച്ചേ സിനിമ പട്ടം പിടിച്ചേ മൂന്നാം ഷോയിലയ്യോ പട്ടം പൊള്ളിങ്ങേ സിനിമ പട്ടം പൊള്ളിങ്ങേ വിലയുള്ളൊരു ചാത്തല്ലേ പറയുന്നത് കേൾക്കണ്ടേ കളർപ്പുള്ള പടമല്ലേ കളറുത്തിരി ചേർക്കണ്ടേ ഡയറക്ടർ വാശി പിടിച്ച് കീഴിലുള്ള കാശ് കുടിച്ച് നമ്മളിപ്പോ അവിടെ നിൽക്കണമെന്നറിയാമോ എവിടെ വലിയ മന്ത്രവാദി കീഴ്പ്പാടിന് അല്ല നമ്മളെവിടെയാണ് മനുഷ്യനെ എനിക്കൊരു പുതിയ എന്തിനാ കിട്ടി നാളെ സൂര്യൻ ജനിക്കുന്നേക്കുമ്പോൾ ആരുടെ വെച്ച് തിരിച്ചുണ്ടോ കൊടുത്തേക്കണം എവിടെ എനിക്ക് മയ്യത്തായോട് സംസാരിക്കാനുള്ള കൈ വെട്ടിന്നാ പറഞ്ഞ റബ്ബേ ഇവക്ക് ഭ്രാന്തായ നാളെ തന്നെ മുക്കുവിനെ കൊണ്ട് തലക്ക് പിടിപ്പിക്കണം അല്ല മുക്രീനെ വിളിക്കണ്ട ഇന്നാള് വന്നിട്ട് പിടിച്ചത് തലക്കല്ല പിന്നെ കൈത്തിനാ നീ എത്രയും പെട്ടെന്ന് യാത്ര അയക്കോ നമുക്കൊരു സ്ഥലം വരെ പോകാം എവിടെ പോവാൻ മൈസൂരിലുള്ള മനഃശാസ്ത്രജ്ഞരെ കാണാൻ ഇവൻ വട്ടാക്കില്ലല്ലോ ഇത്ര തിരക്ക് ഇതെങ്ങനെ ആൾക്കാർ പോകണത് ഏത് അത്ര മൊത്തം തവളാച്ചി പറഞ്ഞ് കളിക്കണേ ഓടാ വാങ്ങാണ്ടി മാറിക്കളത്തേണ്ടി അതോ മൈസൂർ ആളെ കണ്ടിട്ട വണ്ടി എടുത്തേ ചേട്ടൻ മലയാളിയാ പടച്ചോനെ ഇയാൾക്കും മനസ്സിലായ നമ്മൾ മലയാളിയാണ് ഇതാണ് നമ്മൾ ലോകത്ത് എവിടെ ചെന്ന് മലയാളം പറഞ്ഞാലും മലയാളികൾക്ക് മനസ്സിലാവും നമ്മൾ മലയാളിയാണെന്ന് എന്താ ഇതിന്റെ ഗുഡ് ടെൻഷൻ നമുക്ക് ഇവിടുത്തെ കിട്ടണല്ല ചിലപ്പോ നമ്മുടെ മൂലത്തിന്റെ അല്ല ജന്മനാള് നക്ഷത്രേ എന്തെങ്കിലും ആവട്ടെ ചേട്ടാ എന്റെ പൊന്നു ചേട്ടയോട് സംസാരിക്കുമ്പോ എല്ലാ വാക്കിന്റെ അവസാനം ലൂ ചേർത്ത് സംസാരിക്കണം എന്നാലും ഇവിടെയുള്ളവർക്ക് മനസ്സിലാവൂ അത് ശരി അങ്ങനെയാണ് എങ്കിൽ വണ്ടിലോ നിർത്തലോ ഇറങ്ങലോ ഇറങ്ങല്ലേലോ പഠിച്ചോനെ വണ്ടി പോയല്ലോ നമ്മുടെ ബാക്കിലോ അത് പോയില്ലോ മൈസൂരിൽ ഇനി ആരോടാണ് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുന്നത് അതിനാളുണ്ട് ആര്? അതാണ് ഇന്നലെ നമുക്ക് കിട്ടിയ ഇന്ദിരിയത്തിന്റെ ഗുണം ഞാനിപ്പൊ തന്നെ മന്ദിരം ചൊല്ലി ആത്മാക്കളെ വിളിച്ചു ചേർത്താ പോവാ ആമിന ഉമ്മാക്കി കഥം അബോക്ക ഹുക്കും ബറക്ക് സീതേ നിർത്തടി ചെയ്താൽ ആമിനുമ്മയുടെ കളസോ കുക്ക് തുറക്കാൻ ആരാണ്ടിയാക്കിയിട്ട് സത്യം പറ അള്ളാതെ ഭരണമുള്ളേ ഇങ്ങനെ പോലെ മൈസൂർ ആത്മാക്കള് ഇത് വലിയ ഇടങ്ങേറായില്ലേ പഠിച്ചോനെ ഇവക്ക് കൂടിയെന്നാ തോന്നണത് എത്രയും പെട്ടെന്ന് ഡാക്ടറെ കാണിക്കണം നമുക്ക് ബസ്സൊന്നും തുടങ്ങി മനുഷ്യന് പണ്ടാറങ്കായിട്ട് ആ കാണുന്നത് മലയാളി കമ്മത്തിന്റെ കടയാണ് അവിടെ കേട്ടിട്ട് നമുക്ക് മുങ്ങാ എന്നാ വേണ്ട
കദളി ചെങ്കദളി വട വേണോ, കയ്യിൽ വട്ടത്തിലുള്ളൊരു പൂവട വേണോ, പൂക്കാരോ ഈശ്വരമാരി. ആമിന ഇവിടെ കുത്തിരിക്കി. എടക്ക മോനെ ഇവിടെ എന്ത് കടിയാ ഉള്ളത്? കൊതുകടിയുണ്ട്, കഴിക്കാൻ വല്ലതുണ്ട്, കല്യാണം കൂടി ബാക്കിയുണ്ട്. നീ അത് കഴിച്ചിട്ട് വലിയ പ്രയോജനമില്ല. എടാ കട്ടൻ ചായ ഉണ്ട്, പാലൊഴിക്കണോ? വിത്തൗട്ട് മതി. ഞാൻ ഇപ്പോഴും അങ്ങനെയാ വിത്തൗട്ടാ. എടാ പട ഇവിടെ എന്താ ഭക്ഷണം കഴിക്കാനുള്ളത് അത് പറഞ്ഞു. ബേക്കെടുക്കണം, താമ്പിത്തിരിക്കണതും സവാള നമുക്ക് വേണ്ട. വേറെന്തുള്ളേ? നല്ലതായിട്ട് ബ്രെഡെടുക്കട്ടെ, അല്ലെ 3 ഉണപ്പിട്ടായാലോ, അല്ലെ പിന്നെ ഉപ്മാവ് എടുക്കാം. ഉപ്മാവ് 2 പ്ലേറ്റും കൂടെ ഉണ്ട്. മനുഷ്യനെ ഉപ്പുമാവ് കഴിക്കരുത് ആത്മാവ് പറയുന്നേട്ടാ. എനിക്ക് ഭ്രാന്താണ്. ഏതാത്മാവ്? ഇവിടെ ഉപ്പുമാവ് കഴിച്ച് മരിച്ച ആത്മാവാ. ആത്മാവിന്റെ പേരെന്താ? അശ്വത്താത്മാവ്, വീടാ കോളമാവ്. അല്ലാ, മനുഷ്യനെ ഇവിടുത്തെ ഉപ്പുമാവ് കൊള്ളില്ലാത്ത കഴിക്കണ്ടാട്ടാ. ഒന്ന് ബെർദിരാവിനെ മോശമെങ്കിൽ ഇവിടുത്തെ ഭക്ഷണം ഇത്ര ആൾക്കാർ കഴിക്കോ? എന്തോ ആൾക്കാരാണ് നോക്കി. അതിന് കാരണം ഉണ്ടെന്നല്ലേ ഈ ആത്മാവ് പറയണേ. എന്ത് നടത്തണ പൈ എന്ന് മുട്ട ദോശ അടിക്കണ കൈ, മുണ്ടു ഷർട്ടുമില്ല വെറും ഇന്ത്യൻ ടൈ. പൈ സുരിതട്ടുകണ നടത്തണ പൈ എന്ന് മുട്ട ദോശ അടിക്കണ കൈ, മുണ്ടു ഷർട്ടുമില്ല വെറും ഇന്ത്യൻ ടൈ. കട കണ്ടാണെന്ത ഒരു മെനയുമില്ല, ഒരു സാധനത്തിനൊരു ചൊവയുമില്ല, എന്നാൽ ആൾ തിരക്കവിരുന്നൊഴിയുമില്ല. അതിന് കാരണമുണ്ട് പറയാം. കൊണ്ടാട്ടി മിടുക്കി കൊണ്ടാട്ടി മിടുക്കി കൊണ്ടാട്ടി മിടുക്കി കൊണ്ടാട്ടി മിടുക്കി. മൈസൂര് തട്ടുകട നടത്തണ പൈ എന്ന് മുട്ട ദോശ അടിക്കണ കൈ, ഉണ്ട് സത്വമില്ല വെറും ഇന്ത്യൻ കൈ. അതിലും മലരും പ്ലേറ്റിൽ ചൊരിഞ്ഞാൽ ചിതലും മണലുമല്ലോ, പരിപ്പിൻ കറിയിൽ ചെറുചുണ്ടലികൾ കുളിക്കാൻ ശ്രമിക്കുമല്ലോ, പഴങ്കാരി വെള്ളത്തിൽ അല്പം സുഖറിട്ട ചായയാകുന്നുവോ, ഒരു ബോണ്ട ഞാൻ എന്റെ വായിൽ ഇപ്പൊ പാട്ട ചാടുന്നു. കഥ വീണിടിഞ്ഞാള് ചത്താലും പൈച്ചീഞ്ഞ ബോണ്ടകൾ വിറ്റാലും അവിടാൽ തിരക്കൊണ്ട് കട്ടായം. അതിനെല്ലാം കാരണം കൊണ്ടാട്ടി മിടുക്കി കൊണ്ടാട്ടി മിടുക്കി കൊണ്ടാട്ടി മിടുക്കി കൊണ്ടാട്ടി മിടുക്കി. കഥയിൽ നിറയും അടുപ്പിൻ പുകയിൽ കരയും പലരുമല്ലോ, കുടിക്കാൻ കൊടുക്കും ഒരു ഗ്ലാസ് ജലത്തിൽ പിടയ്ക്കും പലതുമല്ലോ, ഒരു പട്ടി വെച്ചിട്ട കുഞ്ഞെടുത്തെണ്ണ കാലിൽ വെക്കുന്നു, ഒരു മുട്ട പൊട്ടിച്ച് കത്തിലിട്ടപ്പം കുഞ്ഞുകൊന്നു, ഒരു ബോംബ് വീണങ്ങ് പൊട്ടാനും കടനാല് പാടങ്ങ് കത്തിയാനും അവിടാൽ തിരക്കൊണ്ട് കട്ടായം. അതിനെല്ലാം കാരണം കൊണ്ടാട്ടി മിടുക്കി കൊണ്ടാട്ടി മിടുക്കി കൊണ്ടാട്ടി മിടുക്കി കൊണ്ടാട്ടി മിടുക്കി. സേലത്തിൽ വെട്ടുകട നടത്തണ പൈ എന്ന് മുട്ട ദോശ അടിക്കണ കൈ, കൊട്ടു സുട്ടുമിട്ടമിടിക്കണം പൈ. സേലത്തിൽ തട്ടുകട നടത്തണ പൈ എന്ന് മുട്ട ദോശ അടിക്കണ കൈ, കൊട്ടു സുട്ടുമിട്ടമിടിക്കണം പൈ. കട കണ്ട നല്ല പുതു സൈലു കട, നല്ല ഭംഗിയുള്ള ഒരു നീറ്റ് കട, എന്നാൽ ആളില്ലാത്ത ഒരു ഒഴിഞ്ഞ കട. അതിന് കാരണമെന്ത് പറയാം. കൊണ്ടാട്ടി മുതുക്കി
കൊണ്ടാട്ടി മുതുക്കി കാലുമ്പോ ചങ്ങിലേട്ട് കൂട്ടിട്ട് ഇക്കങ്ങടെ പോയേ. ആ ഹൈദ്രോസല്ലേ മോനെ ഹൈദ്രോസ, നീ അവിടെ പോണ്ട. ആ കിട്ടി. ജീവിച്ചിരിക്കുന്നവരായിട്ട് സംസാരിക്കലും ഭേദം മരിച്ചവരായിട്ട് സംസാരിക്കണ്ട. ഏതായാലും മന്ത്രം ഒന്ന് ചൊല്ലി നോക്കാം. ആമിന ഉമ്മാക്കി പഠിച്ചോനെ, ഇതെന്താ ആത്മാക്കളുടെ ജാഥേ? പ്രിയവാസികളെ, അനാഥ പ്രേതങ്ങളെ, ആത്മാക്കളെ, ഈ വാഹനത്തിന് തൊട്ട് പിന്നാലെ തങ്ങളുടെ അനാവശ്യങ്ങൾ നേടിയെടുക്കാൻ സംഘടിപ്പിച്ച വാഹന ജാഥയാണ് ഇതിലൂടെ പറന്നു പോകുന്നത്. പട്ടണങ്ങൾക്ക് പൊമ്പെട്ടാണ്, കുഴിമാടങ്ങൾ പുല്ലാന്, വെക്കില്ല വെക്കില്ല പഞ്ഞി മൂക്കിൽ വെക്കില്ല, ചെകുത്താൻ ചെകുത്താൻ പോരെ. ഇത്താമാരെ നിങ്ങളോടാ പറഞ്ഞു മിണ്ടാണ്ടിരിക്കാൻ, വിളിച്ചു പറഞ്ഞാൽ മതി. ഇത്രയും വിളിച്ചു പറഞ്ഞിട്ടും ഈ ആത്മാവന്റെ മിണ്ടാത്തത്. ആഴ്ചയിലൊരിക്കൽ സ്വർഗത്തിലേക്ക് ടൂർ അനുവദിക്കുക, ഗോഷ്ഠികൾക്ക് ഹോട്ടൽ അനുവദിക്കുക, അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന അനാഥ പ്രേതങ്ങളെ തിരിച്ചെടുക്കുക. യോഗത്തിന് ശേഷം ലോക സിനിമയിലെ സൂപ്പറാത്മാക്കൾ അവതരിപ്പിക്കുന്ന സ്റ്റാർ നൈറ്റ് ഉണ്ടായിരിക്കുന്നതാണ്. ഈ ചടങ്ങ് സ്വർഗം ഓഡിറ്റോറിയത്തിൽ വെച്ച് നമ്മുടെ ഡയാന രാജകുമാരി നിലവിളിച്ച് കത്തിച്ച് ഉദ്ഘാടനം ചെയ്യുന്നു. തുടർന്ന് സിൽക്ക് സ്മിതയുടെ നിർത്തിയ നൃത്തങ്ങളും ബ്രൂസ്ലിയുടെ കരാട്ടെ കാണിച്ച് പൊറോട്ട തീറ്റയും ഉണ്ടായിരിക്കുന്നതാണ്. ഇവരോടൊപ്പം രാഷ്ട്രീയ ശവ സാംസ്കാരിക നേതാത്മാക്കളും പങ്കെടുക്കുന്നു. ഈ യോഗത്തിലേക്ക് മുഖ്യാതിഥിയായി വീരപ്പനെ പലരും എത്തിക്കാൻ ഏറ്റിരുന്നവരിൽ പലരും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഈ പരിപാടിയിൽ ഇത്രയും ആത്മാക്കളെ പങ്കെടുപ്പിക്കാൻ സഹായിച്ചവർ മെഡിക്കൽ കോളേജിലെ പണി പഠിക്കുന്ന ഡോക്ടർമാർ, സൂപ്പർ ഫാസ്റ്റിലെ ഡ്രൈവർമാർ, വ്യാജമദ്യ ലോബികൾ, ഇവർക്ക് നന്ദി നന്ദി നമസ്കാരം. ഈ പരിപാടി കാണൂ. എന്റെ പേര് വേണു. അയ്യോ, ഒരുത്തൻ വീണു. എന്ത് വീണു? വീണ്ടെത്തുന്നു. ആ എടാ വീടാട്ടാവേ. ആ അങ്ങനെ നീ ആരാ? ഞാൻ അഥവാ ബ്രോക്കർ. നീ എങ്ങനെ മരിച്ചേ? ശ്വാസം നിന്ന് പോയി. അതല്ല ചോദിച്ചേ, നീ എങ്ങനെ മയ്യത്തായെന്ന്? കാലട്ടൻ കൊണ്ടുവന്നു. അയാൾ നിന്റെ മെഡിക്കൽ കൂടി പോത്തും വണ്ടി ജാത്താ ഹേ. ഇപ്പൊ അങ്ങനെ നിന്നാ പറയണ, അതല്ലേ നടക്കാ? നീ എങ്ങനെ പരലോകത്തെത്തിയെന്ന്? ഞാനൊരു പശു ബ്രോക്കറായിരുന്നു. അതിൽ നിന്ന് മെച്ചം കിട്ടാതെ വന്നപ്പോൾ പിന്നീട് ഞാൻ കല്യാണ ബ്രോക്കറായി. അതുമല്ല, അങ്ങനെ ഒരു വീട്ടിൽ പെണ്ണ് കാണാൻ ചെന്നപ്പോൾ ഞാൻ അറിയാതെ പോയി ഓർമ്മ വെച്ച് ചോദിച്ചു. എന്ത് ചോദിച്ചേ? എത്ര വെച്ചതാണ്? എത്ര ലിറ്റർ പാല് കിട്ടും? അല്ല. കുട്ടിയുണ്ടെങ്കിൽ കൂടുതൽ കാശ് കിട്ടും. അടിച്ചേനെ കുട്ടി വെച്ചതാണോ? അല്ല. അതേ ചെനയുണ്ടോ? മച്ചിയാണെങ്കിൽ തന്നെ ഇറച്ചി വിലക്കെടുക്കാം. ഇത്രയും പറഞ്ഞതേ എനിക്ക് ഓർമ്മയുള്ളൂ. അല്ലാ. പിന്നെ ഞാൻ കാണുന്നത് ഒരു വെട്ടുകത്തി എന്ന് നേരെ വരുന്നതാണ്. കണ്ണു തുറന്നു നോക്കുമ്പോ എന്റെ മകൻ എന്റെ സങ്കേതത്തിന്റെ കാട്ടുമായി വിളിക്കാൻ നടക്കുന്നതാണ്. സംശയം തോന്നി ഞാൻ ആ പേപ്പർ എടുത്ത് മറച്ചു നോക്കി. അപ്പോഴാണ് ഞാൻ കണ്ടത് എന്ത്? എന്റെ ഏഴാം ചരമദിനം കളർ ഫോട്ടോയിലും ചിരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനടിയിൽ എഴുതി വെച്ചിരിക്കുന്നു, ഉദ്ദിഷ്ട കാര്യത്തിന് ഉപകാര സ്മരണമാണെന്ന്. കൂടെ ഒരു ഒപ്പും എന്റെ കാര്യമല്ല. അങ്ങനെയാണ് ഞാൻ സ്മരിച്ചത്. അതിരിക്കട്ടെ, നീ ഇപ്പൊ എവിടെ പോണാത്മാവ്? ഒരു പെണ്ണ് കാണി ചടങ്ങിന്. പെണ്ണെങ്ങനെയുണ്ട് കാണാൻ? പൊട്ടിച്ചിട്ടില്ല, ഇപ്പൊ എന്നതല്ലേ ഉള്ളൂ. നമ്മുടെ ഫസ്റ്റ് ലേഡി ആത്മാവാണ്. അപ്പൊ ചെക്കനാ ചെറുക്കനാ? ചെറുക്കന്റെ ഗുണഗണങ്ങളെ പറ്റി ഞാൻ പറഞ്ഞാലേ, ചുണ്ടിൽ തിളങ്ങി നിൽക്കും ചുണ്ടിൽ തിളങ്ങി നിൽക്കും നീണ്ടകാജാദീരികൾ. അവൻ പുഞ്ചിരിക്കുമ്പോൾ ഒരു പല്ല് കാണും ചെറുക്കൻ ശ്യാമളം മാമലൻ. വിന്റെ ചുണ്ടിൽ തിളങ്ങി നിൽക്കും നീണ്ടകാജാദീരികൾ. അവൻ പുഞ്ചിരിക്കുമ്പോൾ പുഷ്പല്ല് കാണും ചെറുക്കൻ ശ്യാമളം മാമലൻ.
വന്നാൽ ആവറിഞ്ഞാൽ അന്തത്തോടവൻ ശേഷങ്ങൾ എന്റെ ചുണ്ടിൽ തിളങ്ങി നിൽക്കോജാതീരികൾ അവൻ പുഞ്ചിരിക്കുമ്പോൾ പല്ലതാണ് ചെറുക്കൻ ശോഭനം രാമലൻ ചന്ദനപ്പടി പാഴ്ചതാക്കും ഇവന്റെ സഹോദരൻ നിങ്ങൾ കലയുടെ മാനം കാക്കും മലക്കുറുപ്പോയും മാതുരൻ രാത്രി നേരത്ത് പാർക്കിലെത്തും കാത്തു ഇവന്റെ സഹോദരി പേരു പറഞ്ഞാൽ ആർക്കുമറിയാം അന്തസ്സൊരു വിണ്ട തുണ്ടിൽ തിളങ്ങി നിൽക്കും അവൻ പുഞ്ചിരിക്കുമ്പോൾ പുഷ്പല്യതാണ് ചെറുക്കൻ ശ്യാമളൻ രാമണൻ ഇത്രയും നല്ല സ്വഭാവിയായ ചെറുക്കന് ഞാൻ ഈ പുൽമുഖത്ത് കണ്ടിട്ടില്ല. വൃത്തിയുടെ കാര്യത്തിലാണെങ്കിൽ ഇവന്റെ മുമ്പിൽ പള്ളി വരെ മാറി നിൽക്കും. എന്തൊരു നാറ്റം. പഠിച്ചോളി, ഈ വണ്ടിക്കൊക്കെ ലോൺ കൊടുക്കണ കാര്യം പ്രാന്തിന്റെ ചികിത്സയ്ക്ക് ബാങ്കിൽ നിന്ന് ലോൺ കിട്ടുമെന്നാവോ? മനുഷ്യരാണി ആകെ കറങ്ങി തവിടം മറിഞ്ഞിരിക്കണേ. എവിടെ പോയി തപ്പും? അല്ല ഇപ്പഴാ ഓർമ്മ വന്നത്. ആമിന ആമിന, എന്താ മനുഷ്യരെ തൊണ്ടകീർന്ന? നമ്മൾ നിക്കാതെ കഴിഞ്ഞ് അന്ന് പോലെ നിനക്ക് ഓരോ ഉമ്മ നമ്മൾ തരുമായിരുന്നു. ഉമ്മ? കിസ്. ചുംബനം. അതെ അതെ, ആ ഓരോ ചുംബനത്തിന് 25 പൈസ വെച്ച് മേടിക്കുമായിരുന്നു. ഓർക്കണ്ട? ഓനെ ആ കാശൊക്കെ അപ്പ തന്നെ കുടുക്കയിലിട്ട് സൂക്ഷിച്ചേക്കല്ലേ? വെച്ചിട്ടുണ്ടല്ല, അതെടുത്തിട്ട് വന്നേ. അതിനിപ്പോ പൊളിക്കണ ഈ കാശിന് ഭയങ്കര ടൈറ്റാണ്. നമുക്ക് കുടുക്ക വിളിക്കാതെ. ഇനിയിപ്പൊ കുടുക്ക പൊളിക്കാനാണ്. അല്ലോ എന്താ ഈ കാണുന്നത്? കുടിക്കല് 100-ന്റെ 50-ന്റെ 10-ന്റെ നോട്ട് മാത്രമല്ല. നമ്മളെ നിനക്ക് 25 പൈസ വന്നുള്ളൂ. പിന്നെ എത്ര നോട്ട് വന്നാടി? മനുഷ്യരെ, നിങ്ങളുടെ മായത്തെ പിഷ്കന്മാരല്ലാത്തടത്തെ ഗോപി നാസറും ബാബു പിള്ളേക്ക് അവരൊക്കെ ഇതിന് 50-ഉം 10-ഉം 100-ഉം വെച്ച് എനിക്ക് തോന്നുന്നില്ല. വൃത്തിയൊക്കെ ജയിക്കാനെ നമ്മൾ പുറത്തു പോയിട്ട് നോട്ട് നിങ്ങൾ ശരിയാക്കി തരാം. 2 അടിച്ചിട്ട് നിന്നെ ശരിയാക്കാൻ. 2 അടിച്ചിട്ട് ഇങ്ങോട്ട് ബാ. തമ്പുരാനെ ആരാധാ ശുചിയാണ്? അല്ല, പഴയ നമ്മുടെ മയ്യത്തായ കൽത്തോയൻ ലൗബേഡ് അല്ല. ഇപ്പൊ നമ്മള് മന്ത്രം ചൊല്ലില്ലല്ല. ഇങ്ങനെ ചൊല്ലിയില്ലേ? അപ്പൊ വന്നതാ നിന്നെ കട്ടിൽ ധരിക്കാൻ വിളിച്ചിരുന്നു. അപ്പൊ പഴയ ശീലം മറന്നിട്ടില്ല. എന്നാലും നമ്മളെ മറന്നില്ലേ? എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് പറഞ്ഞേ? എല്ലാം വിശദമായിട്ട് പറയാം. എന്നാറില്ല, ഈ 2 രൂപ ഇങ്ങോട്ടെടുക്കാൻ ഞാൻ കുളിര് മാറ്റിയിട്ട് വരാം. ഇതുപോലെ അന്ന് 2 രൂപ കൊണ്ട് പോയില്ല കുളിര് മാറ്റാൻ. പിന്നെ കേട്ടത് മയ്യത്തായിന്നാണ്. കണ്ണും തെറിപ്പിച്ച് നാക്കും പുറത്തിട്ടുള്ള നിങ്ങളുടെ കിടപ്പ് ഇപ്പോഴും കൽവിയില് പോയിട്ടില്ല. ആ മോന്തയുടെ ഓർമ്മയ്ക്കാ ഞാൻ തീരാൻ കരക്കെട്ടിയത്. അതൊക്കെ പോട്ടെ, സത്യത്തിൽ നിങ്ങളുടെ അന്ന് എങ്ങനെ മയ്യത്തായേ? എല്ലാം പറയാം. ഒരു ഫ്ലാസ്ക് ബ്ലാക്ക്. തീർച്ചയായും കാമുകനൊരുവൻ കറങ്ങണ കണ്ടിട്ട് എന്തൊരു തൊന്തരമാണിത് കേള്. ഭർത്താവില്ലാമേലും തീർച്ചയായും വരും കാമുകനൊരുവൻ കറങ്ങണ കണ്ടിട്ട് ആ മല്ലനും എല്ലനുമായൊരു കേടി മറക്കാറുമ്മറുകുട്ടി അലറിയില്ലട പട്ടി ഓടിയ നേരം മരത്തടി കണ്ടില്ല. മരക്കാർ മോന്തേ കുട്ടി തമിഴ്നടിച്ച് മതിലിന് നേരെ ചാടി ജനത്തിന്റെ വീണൊരു നേരം കരയണ സങ്കട പറഞ്ഞാൽ തീരില്ല. ഭർത്താവില്ല നേരം തീർച്ചയായും വരുത്തിയ കാമുകനൊരുവൻ കറങ്ങണ കണ്ടിട്ട് ആ എന്തൊരു തൊന്തരമാണിത് കേള്.
എന്ന് വരുത്തിയ കാമുകനൊരു വന്നവനെ കണ്ടിട്ട് എന്തൊരു വന്തരമാണിതികള് നേരം കുത്തിയിരുന്നൊരു കുത്തകടിച്ച് പാമ്പ് കടിച്ച് അത്തകടിച്ചത് മറ്റൊരു കത്ത് കരയിൽ കാൽ കൊടുത്തൊരു നേരം പട്ടിണി കിടന്നൊരു പട്ടി കടിച്ച് എന്റെ പട്ടി കടിച്ച് കില ഒരു തടി മൂക്കിലിടിച്ച് നോക്കി നിന്നൊരു ആനവരണ്ടത് കണ്ടവരോട് നോക്കി നിന്നൊരു ആനവരണ്ടത് കണ്ടവരോട് മരക്കാരി വീണ്ടും ചെന്ന കേരളത്തിൽ ചാടി അല്ലോ മരക്കാരി വീണ്ടും ചെന്ന കേരളത്തിൽ ചാടി നേരം എന്ന് വരുത്തിയ കാവുകളൊരു വന്നവൻ